പേര് പറയില്ല. വിസ്മയമായി ഇരിക്കട്ടെ. ഇലക്ഷന് മുമ്പ് ഉറപ്പായിട്ട് വന്നിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞാൽ അറിയാലോ. 8 നാൾ മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയത്. അന്നു തൊട്ടിങ്ങോട്ട് രാഷ്ട്രീയ ഇടനാഴികളിലെല്ലാം മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അടക്കം പറച്ചിലാണ്. കേരള കോൺഗ്രസ് എമ്മിനെയും RJDയെയും ചുറ്റിപ്പറ്റി ചർച്ചകൾ കൊഴുക്കുന്നതിനിടെ മുതിർന്ന CPIM നേതാവും മുൻ MLAയുമായ ഐഷ പോറ്റി KPCC നടത്തിയ രാപ്പകൽ സമരപരിപാടിയിലേക്ക് നാടകീയമായി കടന്നുവന്നത്. കോൺഗ്രസിന്റെ മൂവർണ്ണ ഷാൾ സ്വീകരിച്ച ഐഷ പോറ്റി അങ്ങനെ കോൺഗ്രസായി. കൊട്ടാരക്കരയിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയും. വിസ്മയങ്ങൾ ഇനിയുമുണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പ്രഖ്യാപനം. വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടി കാത്തിരുന്നാൽ മതിയത്രേ. ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. സതീശൻ കാത്തിരിക്കാൻ പറഞ്ഞ അടുത്ത വിസ്മയം കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം തന്നെയെന്നാണ് വിലയിരുത്തൽ. മുന്നണി മാറ്റ ചർച്ചകൾക്കായി കടൽ കടന്ന് ദുബൈയിലെത്തിയ ജോസ് കെ മാണി ലീഗ് നേതാവിന്റെ വസതിയിൽ വെച്ച് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ഫോണിൽ ചർച്ച നടത്തിയെന്നാണ് വിവരം. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ എന്നിവർ UDFിലേക്ക് പോകാൻ തയ്യാറാണെങ്കിലും മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും ഉടക്കാണത്രേ. ചീഫ് വിപ്പായ കാഞ്ഞിരപ്പള്ളി MLA N ജയരാജ് ആർക്കൊപ്പമാണെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടുമില്ല.